മുത്തശ്ശന്റെയും പേരക്കുട്ടിയുടെയും കഥയിലൂടെ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ കുട്ടീൻ്റെ പേരാണ് മനു. മനുവിൻ്റെ മുത്തശ്ശനാണിത്. ഇവരുടെ വീടിൻ്റെ പുറത്ത് എന്താണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമുണ്ട് കേട്ടോ. നമ്മുടെയൊക്കെ വീടിൻ്റെ പുറത്ത് ഉണ്ടാവില്ലേ, ചിലരുടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് വൈകുന്നേരമൊക്കെ ഇരുന്ന് ഒന്ന് കാറ്റ് കൊള്ളാനൊക്കെ പറ്റിയ ഒരു സ്ഥലം. അതുപോലെ ഒരു കിഡിലൻ സ്ഥലം ഉണ്ടായിരുന്നു ഇവരുടെ വീടിൻ്റെ പുറത്ത്. അപ്പോൾ മുത്തശ്ശൻ നമ്മളൊക്കെ എല്ലാവരും ഫോണിലൊക്കെ ആയിരിക്കും. മുത്തശ്ശൻ അങ്ങനെ ഫോണിലൊന്നും കളിക്കൂല. മുത്തശ്ശൻ ഇങ്ങനെ പുറത്ത് പോയിരിക്കുക, കാറ്റ് കൊള്ളുക, ഇതൊക്കെയാണ് മുത്തശ്ശൻ്റെ ഒരു എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ മുത്തശ്ശൻ എപ്പോഴും അവിടെ ഇരിക്കുമ്പം മുത്തശ്ശൻ ഇങ്ങനെ മനുവിനോട് പറയാനു, മോനെ നീ വാ, നമുക്കിവിടെ മുത്തശ്ശൻ കഥ പറഞ്ഞുതരാം, നമുക്ക് എന്തെങ്കിലും സംസാരിച്ചിരിക്കാം, നമുക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ ഗെയിംസ് കളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ ഇങ്ങനെ മനുവിനെ വിളിക്കാൻ കേട്ടോ. കാരണം മുത്തശ്ശന് വേറെ എന്റർടൈൻമെന്റ്സ് ഒന്നുമില്ലല്ലോ. മുത്തശ്ശന് ഈ പ്രായമായ ആളല്ലേ, ഈ മനുവിനോട് സംസാരിക്കുക, കളിക്കുക, ചിരിക്കുക, ഇതൊക്കെയാണ് പുള്ളിൻ്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഈ മനു ആകട്ടെ, മനു പറയും, ഇല്ല മുത്തശ്ശ ഇന്ന് വേണ്ട, എനിക്ക് കുറച്ച് എഴുതാനുണ്ട്. ഇല്ല മുത്തശ്ശ ഇന്ന് വേണ്ട, എനിക്ക് ഇന്ന പരിപാടി ഉണ്ട്. സംഭവം മനുവിന് ഇന്ന് വേണ്ട, നാളാക്കാം എന്നുള്ള ആ ഒരു മൈൻഡ് ഇങ്ങനെ കയറിപ്പോയിട്ടുണ്ട്. ഒരു വലിയൊരു താല്പര്യമില്ലായ്മ മനുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്കൊക്കെ അറിയാം എന്താണ് അടുത്ത് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത്. യെസ്, മുത്തശ്ശൻ ഒരു ദിവസം മരിച്ചു. ആ ദിവസം വൈകുന്നേരം മനു ഒറ്റയ്ക്ക് ഇങ്ങനെ ഏകാന്തതയിൽ ഒറ്റയ്ക്ക് ആ മുത്തശ്ശൻ ഇരിക്കുന്ന ആ സ്ഥലത്ത് പോയി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ മനു ഇങ്ങനെ ആലോചിക്കുക, ഇനി എനിക്ക് മുത്തശ്ശൻ്റെ കഥ കേൾക്കാൻ പറ്റൂല, മുത്തശ്ശൻ്റെ ഒപ്പം കളിക്കാൻ പറ്റൂല, മുത്തശ്ശൻ്റെ താടിയിൽ പിടിച്ച് വലിക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോരോ ചെറിയ ചെറിയ സാധനവും മനു ഇങ്ങനെ ആലോചിച്ച് നോക്കുക. ലാസ്റ്റ് മനു അവൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറയുക ദൈവത്തോട്, ദൈവമേ, മുത്തശ്ശൻ്റെ കൂടെ എനിക്ക് ഇത്രയും ടൈം കുറവാണ് എന്ന് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എല്ലാ ദിവസവും ഞാൻ മുത്തശ്ശൻ്റെ കൂടെ ഇരിക്കുമായിരുന്നു. എന്താ മനു പറഞ്ഞത്? ഇത്ര സമയം എനിക്ക് കുറവാണെന്ന് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എന്നും ഞാൻ ഇവിടെ മുത്തശ്ശൻ്റെ കൂടെ ഇരിക്കുകയായിരുന്നു. ഇതെന്നാ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്? എക്സാമിന് 2-3 ദിവസം മുന്നേ നിങ്ങൾ ആലോചിക്കും, എക്സാം ഇത്രയും അടുത്തായിരുന്നോ, ഇത്ര ടൈം എനിക്ക് കുറവാണെന്ന് അറിയായിരുന്നെങ്കിൽ ഞാൻ എന്നോ പഠിച്ചു തുടങ്ങിയായിരുന്നു. നിങ്ങളൊക്കെ ഇപ്പം എന്തോ ഒരു മായാലോകത്തുള്ളത്. നിങ്ങളെ തട്ടി വിളിച്ചെണീപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളുടെ ഓണപരീക്ഷയ്ക്ക് ഇനി 20 താഴെ ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. എക്സാമിൻ്റെ അതിൻ്റെ തലേന്നോ ഇങ്ങനെ ആലോചിച്ചിട്ട് എനിക്ക് ഇത്ര കുറഞ്ഞ സമയമേ ഉള്ളൂ, നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എന്നൊന്നും പറയണ്ട. ഞാനിപ്പം നിങ്ങളോട് പറയുന്നു, ജസ്റ്റ് 20 ദിവസത്തിന് താഴെ മാത്രമേ നിങ്ങളുടെ ഓണപരീക്ഷയ്ക്കുള്ളൂ. നിങ്ങൾക്ക് പഠിക്കാനാണെങ്കിൽ 30-ലധികം മോർ ദാൻ 30 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. 20 താഴെ ദിവസങ്ങൾ മാത്രമേ നിങ്ങൾക്കുള്ളൂ. നിങ്ങൾ ഇനിയെങ്കിലും തുടങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഡൗട്ടും എനിക്ക് ഒരു ഐഡിയ ഇല്ല. സോ എത്രയും പെട്ടെന്ന് നമുക്ക് പഠിച്ചു തുടങ്ങണം. അതിന് നിങ്ങളെ സജ്ജരാക്കാൻ വേണ്ടിയിട്ട് എനിക്കറിയാം, മേ ബി ഈ വീഡിയോ കാണുന്നവർക്ക് ചിലപ്പോൾ ഒന്നും അറിയണ്ടാവില്ല, കൂട്ടാൻ പോലും അറിയണ്ടാവില്ല, അതിനെക്കുറിച്ചൊന്നും എനിക്ക് വിഷയമല്ല. പക്ഷേ ഇപ്പം മുതൽ നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ ഓണപരീക്ഷയ്ക്ക് നിങ്ങളെ ഫുൾ മാർക്കിലേക്ക് തന്നെ എത്തിക്കും. ഫുൾ A+ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്, ഫുൾ മാർക്ക്. കാരണം ഒരു മാർക്ക് പോലും നിങ്ങളെ മിസ്സാവാത്ത രീതിയിൽ നിങ്ങളെ ഞാൻ പഠിപ്പിക്കും. എഡ്യൂപോർട്ടിലെ ഓരോ ഫാക്കൽറ്റീസും പഠിപ്പിക്കും. അതെനിക്ക് 100% ഉറപ്പാണ്. സോ ഒന്നും പഠിച്ചു തുടങ്ങാത്ത, അല്ലെങ്കിൽ വളരെ കാര്യമായിട്ട് ഒന്നും അറിയാത്ത, ഇനിയിപ്പോൾ അല്ലെങ്കിൽ കുറച്ചെങ്കിലുമൊക്കെ അറിയുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ഈ വരുന്ന മൺഡേ മുതൽ ഒരു പുതിയ പദ്ധതി, ഒരു പുതിയ സ്റ്റഡി പ്ലാനുമായിട്ട് വരികയാണ്. സാറേ ഇതുവരെ സ്റ്റഡി പ്ലാൻ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ വൺ ഷോട്ട് ആയിരുന്നു. ഇനി മൺഡേ വരാൻ പോകുന്നത് വേറെ ലെവൽ ഐറ്റമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഏത് ലെവലിലാണ് നിങ്ങളുള്ളത് എന്നതിൽ ഒരു പ്രസക്തിയുമില്ല. ഏത് ലെവലിലുള്ള കുട്ടിയാണ് നിങ്ങളെങ്കിലും അതിനെക്കാട്ടിൽ ഒരു 100 മടങ്ങ് നിങ്ങളുടെ ലെവൽ അപ്പ് ചെയ്യാനുള്ള സ്റ്റഡി പ്ലാനുമായിട്ടാണ് മൺഡേ ഞാൻ വരുന്നത്. അതിനെക്കുറിച്ച് ഒരു സാധനം പോലും ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അന്ന് നിങ്ങൾ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ്. അവിടുന്ന് അങ്ങോട്ടൊരു പഠിത്തമുണ്ട് മോനെ, അതായിരിക്കും പഠിത്തം. ഈ ലൈഫിൽ ഇന്നേ വരെ നിങ്ങൾ പഠിക്കാത്ത രീതിയിൽ നിങ്ങളെ പഠിക്കാൻ വേണ്ടി തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് മൺഡേ ഞങ്ങൾ വരുന്നത്. സോ ഒരിക്കലും നിങ്ങളത് മിസ് ചെയ്യരുത്. ഞാൻ എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുന്നു, എല്ലാവരും ഈ വീഡിയോൻ്റെ അടിയിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ഏത് സബ്ജക്റ്റാണ് നിങ്ങൾക്ക് ഏറ്റവും ടഫ് ഉള്ളത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഓണ എക്സാമിനെ പേടിച്ചിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ടിന് ജസ്റ്റ് ഒന്ന് അയച്ചും കൊടുക്കുക. സോ കമൻറ്റ് ബിലോ വിച്ച് ഈസ് യുവർ ടഫസ്റ്റ് സബ്ജക്റ്റ്. ഓക്കെ, സീ യു, ബൈ.